80ാമത്തെ വയസ്സിലും പത്രവിതരണം നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുകയാണ് വടകര സ്വദേശിയായ രവിയേട്ടൻ. ഇതുവരെയായി ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ചിട്ടയായ ജീവിത രീതിയുമായി മുന്നോട്ടു പോവുകയാണ് ഇദ്ദേഹം. പത്രവിതരണം ഒരു തൊഴിൽ എന്നതിലുപരി ആനന്ദകരമാക്കി മാറ്റുകയാണ് വടകരയുടെ സ്വന്തം രവിയേട്ടൻ. എല്ലാ ദിവസവും പുലർച്ചെ 2:30 മണിക്ക് എഴുന്നേൽക്കുന്ന ഇദ്ദേഹം 3:30 മണിയാകുന്നതോടുകൂടി പത്രവിതരണം ആരംഭിക്കും. കാൽനടയായി വടകര പട്ടണത്തിന്റെ മിക്ക കോണുകളിലും പത്രവിതരണവുമായി രവിയേട്ടൻ എത്തും. കഴിഞ്ഞ 25 വർഷമായി ഈ തൊഴിൽ ആരംഭിച്ചിട്ട്. പത്രവിതരണം ജീവിതോപാധി എന്നതിലപ്പുറം ഒരുപാട് വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതായി രവിയേട്ടൻ പറയുന്നു. ഡോക്ടർമാർ മുതൽ കളക്ടർ വരെയുള്ളവരുമായി പത്രവിതരണത്തിലൂടെ വ്യക്തിബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. 25 വർഷത്തിന് മേലെയായി കൊണ്ട് നടക്കുന്നത്. ഞാൻ വീട്ടിൽ 2:30 മണിക്ക് എണീറ്റ് പോകും, ഒരു കാപ്പി കുടിച്ച് അങ്ങനെ ഒരു 3-3:30 ആകുമ്പോൾ പേപ്പറിലെത്തും. അത് പിന്നെ അങ്ങനെ വിതരണം ചെയ്യും. അതൊരു 10-10:30 ആകുമ്പോഴൊക്കെ തീർക്കും. ഏകദേശം എൻ്റെ കൈവശമുള്ള ഒരു 10-150 പേപ്പർ എൻ്റെ കൈവശം ഉണ്ടാവും. എൻ്റെ കുട്ടികൾ കൊണ്ടുപോകുന്നുണ്ട്. 25 കൊല്ലം കഴിഞ്ഞു കാണും. വരുമാന മാർഗത്തെക്കാണ് നല്ല നല്ല ബന്ധങ്ങൾ, ആളുമായിട്ടുള്ള ബന്ധങ്ങൾ കാണുക. അതല്ല ഏറ്റവും വലിയ പ്രധാനം. വലിയ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, എല്ലാ ആൾക്കാരുമായിട്ടുള്ള ബന്ധമുണ്ട്. കളക്ടറടക്കം ബന്ധമുണ്ട്. അയാളെ കളക്ടർ ഭാര്യ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു, ബാങ്കിന് ജോലിയായി. അതിനുള്ള ബന്ധമാണ്. അവിടെ പേപ്പർ ഇട്ട് പേപ്പറിന്റെ പൈസ പോകുമ്പോൾ കളക്ടർ അതുള്ള തിരിയുന്നത്. നല്ല സൗഹൃദമുള്ള ആളാണ് അയാൾ. കരിയാട്ടുകാരന് ആ റെഡി കൊണ്ടുപോകുന്നെങ്കിലും ഒരു ജീവിതമാർഗത്തിന് ഒരു 500 പേപ്പർ ഉണ്ടെങ്കിലും വെച്ചാൽ ജീവിതം സുന്ദരമായിട്ട് കൊണ്ടുപോകാം. അത് ഞാൻ കുഞ്ഞുങ്ങൾ മാറ്റി നിർത്താത്ത അയച്ചാൽ ഇതൊരു ജീവിതമാർഗമായതുകൊണ്ടാണ്. കുഞ്ഞുങ്ങൾ മൂന്നാളോ നിർത്തിക്കളിയാൻ പറയും. എന്നിട്ട് ഞാൻ നിർത്താത്ത അയച്ചാൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാം, ഒരു ജീവിതമാർഗം. നമ്മുടെ ആവശ്യത്തിലുള്ള പൈസ നമുക്ക് ഇതിനെ കൊണ്ടുണ്ടാക്കാം.